ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്ന ചിന്തയായിരുന്നു യൗവനകാലത്ത് VSന്. വിവാഹം, ഭാര്യ, കുട്ടികൾ, കുടുംബം ഇതൊക്കെ പൊതുപ്രവർത്തനത്തിന് തടസ്സങ്ങളായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് തന്നെ വിവാഹത്തെയോ കുടുംബത്തെയോ പറ്റി സാധാരണ നിലയിൽ ഉണ്ടാവുന്ന വികാരങ്ങളൊന്നും VSന് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. സാധാരണ യുവാക്കളൊക്കെ 25-30 വയസ്സിനുള്ളിൽ വിവാഹിതരാവുന്ന രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ വൈകിയ വേളയിൽ അദ്ദേഹം വിവാഹത്തിന് തയ്യാറായതിനു പിന്നിലും ഒരു സംഭവമുണ്ട്. 1967 ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു VS അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പാർലമെന്ററി രംഗത്തെ അദ്ദേഹത്തിന്റെ കന്നി വിജയമായിരുന്നു അത്. അപ്പോൾ പ്രായം 43 വയസ്സ് കഴിഞ്ഞിരുന്നു. വിവാഹമേ വേണ്ടെന്ന് വെച്ച് ജീവിച്ച VSന്റെ കടുംപിടുത്തം മാറാൻ ഒരു കാരണമുണ്ടായി. അത് സഹപ്രവർത്തകനും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന R. സുഗതനാണ്. അധ്യാപകൻ കൂടിയായിരുന്ന സുഗതന്റെ ജീവിതം പാർട്ടി പ്രവർത്തനത്തിനും പൊതുജന സേവനത്തിനും വേണ്ടി മാത്രമായി നീക്കിവെക്കപ്പെട്ടതായിരുന്നു. 1970 69-ാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അവസാന നാളുകളിൽ രോഗപീഠകൾ മൂലം അത്യന്തം ക്ലേശം അനുഭവിച്ച നാളുകളിലൂടെയായിരുന്നു സുഗതൻ കടന്നുപോയത്. കിടപ്പിലായ അദ്ദേഹത്തിന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും പരസഹായം വേണ്ടിയിരുന്നു. ഭാര്യയോ കുടുംബമോ ഇല്ലാത്ത അദ്ദേഹത്തെ പരിചരിക്കാനുണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രം. പാർട്ടി ഓഫീസിൽ തന്നെ ദുരിതപൂർണമായ ജീവിതവുമായി മല്ലടിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ VS എത്തി. മലമൂത്ര വിസർജനത്തിന് പോലും പാർട്ടി പ്രവർത്തകരുടെ സഹായം തേടുന്ന സുഗതൻ സാറിന്റെ ദയനീയത VSന്റെ ഉള്ളുലച്ചു. പ്രായമായി ആരോഗ്യമെല്ലാം പോകുന്ന സമയത്ത് തനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുമല്ലോ എന്ന ചിന്ത VSനെ വല്ലാതെ അലട്ടി. ഈ ചിന്തകളാണത്രേ വിവാഹത്തിലേക്ക് പിന്നീട് VSനെ എത്തിച്ചത്. 1967 ജൂലൈ 16 44-ാം വയസ്സിലായിരുന്നു വസുമതിയുമായുള്ള VSന്റെ വിവാഹം. ആലപ്പുഴ ജില്ലയിലെ കുത്തിയതോട് കോടന്തുരുത്ത് കൊച്ചുതറയിൽ കുഞ്ഞൻ പാർവതി ദമ്പതികളുടെ മകളാണ് വസുമതി. കുത്തിയതോട് എരമല്ലൂർ മേഖലയിലെ അക്കാലത്തെ പ്രധാന പാർട്ടി പ്രവർത്തകനായിരുന്ന TK രാമൻ മുഖേനയാണ് ഇങ്ങനെ ഒരു ആലോചന വരുന്നത്. വസുമതിയുടെ കുടുംബവുമായി അദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ടായിരുന്നു. പരമ്പരാഗതമായ പെണ്ണുകാണൽ ചടങ്ങൊന്നും ഉണ്ടായില്ല. അന്ന് സെക്കന്ദരാബാദ് ഗാന്ധി ആശുപത്രിയിൽ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു വസുമതി. 4 വർഷം നീണ്ട പഠനത്തിന് ശേഷം 1 വർഷം അവിടെ തന്നെ നഴ്സായി ജോലി ചെയ്യണമെന്ന ബോണ്ട് വ്യവസ്ഥയുണ്ടായിരുന്നു. ബോണ്ടിന്റെ കാലാവധി തീരാൻ കഷ്ടിച്ച് 1 മാസം ബാക്കിയുള്ളപ്പോൾ ഉടൻ വീട്ടിലെത്തണമെന്നൊരു കമ്പി സന്ദേശം വസുമതിക്ക് ചെല്ലുന്നു. തന്റെ വിവാഹം VS അച്യുതാനന്ദൻ MLA-യുമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു ആ കമ്പി സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു VS. ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. ആഭരണങ്ങളുടെ അലങ്കാരഭാരമോ മുഹൂർത്തമോ വിവാഹ സദ്യയോ ഒന്നും ഉണ്ടായില്ല. വധൂവരന്മാർ പരസ്പരം ഒരു മാല ചാർത്തി, അത്രമാത്രം. തികച്ചും ലളിതമായ വിവാഹം. പിറ്റേന്ന് തന്നെ വസുമതിയെ തനിച്ചാക്കി തലസ്ഥാനത്തേക്ക് മടങ്ങിപ്പോന്നു. വിവാഹത്തിന് മുൻപ് പാർട്ടി ഓഫീസായിരുന്നു VSന്റെ അഭയസ്ഥാനം. അതിനാൽ വിവാഹം കഴിഞ്ഞ് നവദമ്പതികൾക്ക് താമസിക്കാൻ ആലപ്പുഴ പട്ടണത്തിന് സമീപം തന്നെ ഒരു ചെറിയ വീട് പാർട്ടി ഏർപ്പാടാക്കി. അന്ന് ഒരു രാത്രി VS വസുമതിക്കൊപ്പം ആ വീട്ടിൽ കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിലും അവിടെ തങ്ങാൻ ആവശ്യമായ വീട്ടുസാധനങ്ങളും പലചരക്കും ഒക്കെ സംഘടിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും അതെല്ലാം VS വിലക്കി. വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഭാര്യയെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കി VS തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് അദ്ദേഹത്തിന് അന്നും നിർബന്ധമുണ്ടായിരുന്നു. വിവാഹ പിറ്റേന്ന് തന്നെ വധുവിനെ തനിച്ചാക്കി പാർട്ടി പ്രവർത്തനത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങിയതിൽ വസുമതിക്ക് ചെറിയ വിഷമം തോന്നാതിരുന്നില്ല. എന്നാൽ പാർട്ടിയെയും പൊതുപ്രവർത്തനത്തെയും വരിച്ചതിന് ശേഷമായിരുന്നല്ലോ VS തന്നെ വരണമാല്യം ചാർത്തിയതെന്ന സമാധാനത്തിൽ അവർ കുടുംബിനിയുടെ റോൾ ഭംഗിയായി തന്നെ ഏറ്റെടുത്തു ഈ ദിവസം വരെ. വിവാഹത്തിന് പിന്നാലെ വസുമതിക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടി. ആദ്യം ആലപ്പുഴ കടപ്പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ, പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. കടപ്പുറത്തെ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് വസുമതി മൂത്ത മകൾ ആശയെ പ്രസവിക്കുന്നത്. മകളെ പ്രസവിക്കുന്ന സമയത്തും VS അടുത്തുണ്ടായിരുന്നില്ല. MLA-യുടെ ഉത്തരവാദിത്വങ്ങളുടെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു VS അപ്പോൾ. അതിനുശേഷം ആശുപത്രിയിലെത്തി കുഞ്ഞിനെ കണ്ടു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ നേരവും VS ഇല്ല, പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടെയാണ് വാടക വീട്ടിലേക്ക് പോയതെന്ന് പിന്നീട് വസുമതി തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം മകൻ അരുൺ കുമാർ പിറന്നു. ഇതിനുശേഷമാണ് VSന് സ്വന്തമായൊരു വീടുണ്ടാവുന്നത്. അതാണ് ഇപ്പോഴത്തെ വേലിക്കകത്ത് വീട്. അന്ന് ഈ വീടും പറമ്പും ജ്യേഷ്ഠ സഹോദരൻ ഗംഗാധരന്റെ ഭാര്യയുടെ പേരിലായിരുന്നു. അത് VS വില കൊടുത്ത് വസുമതിയുടെ പേരിൽ വാങ്ങി. ഓടിട്ട ചെറിയൊരു വീടും പുരയിടവും.
ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളമാകെ വ്യാപിച്ചു തുടങ്ങിയിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഇടയ്ക്ക് ഡൽഹി യാത്രയും ഒഴിവാക്കാനായിരുന്നില്ല. അതോടെ കുടുംബഭാരം പൂർണ്ണമായും വസുമതിയുടെ ചുമലിലായി. അവരത് ഇക്കാലം വരെയും നന്നായി നിർവഹിക്കുകയും ചെയ്തു.